ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വണ്ടർ അടിക്കണം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ പോകാൻ പോകുന്നത് ജഡായുപ്പാറയിലേക്കാണ്. അതെവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചതയമംഗലം, കൊല്ലത്താണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം രാവിലെ തന്നെ ഒരു 11:30 സമയമായപ്പോഴേക്കും ഞങ്ങൾ ജഡായുപ്പാറയിലെത്തി. ഞങ്ങൾ കേബിൾ കാർ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ജഡായുപ്പാറ എന്ന ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കുമ്പോൾ വേറെ ലൊക്കേഷനിലേക്കാണ് വരുന്നതെങ്കിലും ഏകദേശം ആ സ്ഥലത്തൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന പേര് ജഡായുപ്പാറ എന്നായിരിക്കുന്നില്ല, ജഡായു എർത്ത് സെൻറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇനി പോവുകയാണെങ്കിൽ അങ്ങനെ ജഡായു എർത്ത് സെൻറ്റർ എന്ന് നോക്കി വേണം പോവാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കേബിൾ കാറിന് വെയിറ്റ് ചെയ്ത് ലിഫ്റ്റ് വഴി കയറി. ഞങ്ങൾ എത്തിയപ്പോൾ ഗായ്സ് ദേ കേബിൾ കാർ തുറന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ പോയ സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല. എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് മഴയും പെയ്തില്ല ഗായ്സ്. ഞങ്ങൾ കേബിൾ കാറിൽ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് ജേർണി ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കേബിൾ കാറിൻ്റെ തന്നെ വേറൊരു വീഡിയോ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്യാൻ കണ്ടു നോക്കാം. ഇതുപോലത്തെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മേളിൽ കയറി തുടങ്ങി ഗൈസ്. അപ്പോൾ പേടി ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് കാണിക്കാതെ ചിരിച്ചും കളിച്ചിട്ടാണ് ഇപ്പോൾ കേബിൾ കാറിൽ ഇരിക്കുന്നത്. 4 പേരെ നോക്കിയാൽ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ എന്നാലും ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള ഡബ് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഈ ജഡായുപ്പാറേൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, സ്കൾപ്ചറിന് ഏകദേശം 200 അടി നീളമുണ്ട്, 150 ഫീറ്റ് വൈഡാണിത്, പിന്നെ 70 ഫീറ്റാണ് ഹൈറ്റ് ആ ഒരു സ്കൾപ്ചർ സ്ഥാപിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ആ ചതയമംഗലം ആ എർത്ത് സെൻറ്ററിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ജഡായുപ്പാറ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ കേബിൾ കാറിൽ കൂടെ ചിരിച്ച മുഖത്തോടെയാണ് ഇരിക്കുന്നതെങ്കിലും ആ പേടി നമ്മൾ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അഡ്വഞ്ചറായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്, സിപ്പ് ലൈനിങ് ഉണ്ട്. പിന്നെ കേബിൾ കാർ വേണ്ട എന്നാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോവാം. ഏകദേശം 800ഓളം സ്റ്റെപ്പുകളുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറാത്ത എന്താണെന്ന് വെച്ചാൽ മടിയൊന്നായിട്ടല്ല, നമ്മളെന്താ പറയുക, ഈ മഴയത്ത് പായലും പൂപ്പലൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കുമല്ലോ. നമ്മളെന്തിനാ തെന്നി വീണ് കൈയും കാലും ഓടിക്കുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ കേബിൾ കാർ അങ്ങനെ എടുത്തു. അപ്പോൾ നമുക്ക് ജഡായുപ്പാറയിൽ എത്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്കൾപ്ചർ നമുക്ക് വിസിറ്റ് ചെയ്യാം, കേബിൾ കാർ റൈഡിങ് എടുക്കാം, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ടോപ്പ് വരെ സ്റ്റെപ്പ് കയറി പോകാമെങ്കിൽ നടന്ന് കയറിക്കോ, കുഴപ്പമില്ല. പിന്നെ ഒരു ആയുർവേദിക് വില്ലേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല സീനറി ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഒരു ടെമ്പിളുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയെങ്കിൽ ഞങ്ങൾ ടെമ്പിളിൽ കയറിയില്ല. പിന്നെ ഒരു ടെമ്പിളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു രാമായണ തീം പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് വേണമെങ്കിൽ പോകാം. ഞങ്ങൾ അത്രയൊന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ആ ജഡായുപ്പാറ കണ്ടു, റൗണ്ട് അടിച്ച് കണ്ടു, പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോഴേക്ക് ഏകദേശം ഒരു മണി 1 മണി വയറ്റിന് തീയൊന്നും വിശന്നുമല്ലോ. അപ്പോൾ നമുക്ക് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് വന്നു. പിന്നെ ഞങ്ങൾ പോവാണ് ഗൈസ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മുടെ കേബിൾ കാർ ഒന്ന് മുകളിലെത്താറായപ്പോൾ എന്താണെന്നറിയില്ല, അതിനൊരു ചാഞ്ചാട്ടം വന്ന് സ്ലോ മോഷനായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഒരു കേബിൾ കാർ പോകുന്നുണ്ട്. അതിൽ ടാറ്റ കൊടുക്കുകയാണ് ഗൈസ് നമ്മുടെ പപ്പ, ആരും ഇല്ലാത്ത കേബിൾ കാറിൽ. അപ്പോൾ കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള സേഫ്റ്റി മെഷേഴ്സ് ഒരു ഫ്രണ്ട്ലി മാനറിൽ ഞങ്ങൾ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ചാനൽ തന്നെ കേബിൾ കാർ ജഡായു എർത്ത് സെൻറ്റർ എന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തന്നിട്ടുണ്ട്, ഒരു ഇൻറ്റിമേഷൻ തന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്, അതിൻ്റെ ഹാൻഡിലുണ്ട്. അതിൽ നമ്മൾ പിടിക്കുകയും ചെയ്യരുത്, പിന്നെ അതിൽ ആ ഡോർ ലീൻ ചെയ്യുകയും ചെയ്യരുത് എന്നുള്ളൊരു ഇൻറ്റിമേഷൻ നമുക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം ചെയ്യാനൊക്കെ ആയിട്ട്.
കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ജഡായിന് ഇവിടെ നിന്ന് കിട്ടൂട്ടെ. പക്ഷെ ഇതിന്റെ മുകളിൽ കാറ് കേറിയിട്ടുണ്ട്. ഇവിടെ വഴിയുണ്ടടി. നമ്മൾ അനുവദിക്കായിരുന്നു. ഇപ്പൊ നമ്മളാ വന്ന വഴിയായിരിക്കും. ഇതേപോലെ കാറ് പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ സ്ഥിരം ഓടിച്ചു കയറ്റുന്നവന് എളുപ്പമാണ്. നമ്മള് വിട്ടു വീഡിയോയിലേക്ക് ആരെങ്കിലും അത് മാത്രമല്ല താഴത്തെ അതൊരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കേബിൾ കാറിൽ കയറണം എന്ന് പറഞ്ഞു ഇതുപോലത്തെ കേബിൾ കാറാണ് ഞാൻ പോയിട്ട് ഇവിടെ മാത്രം കയറ്റി വിട്ട് താഴെ വെയിറ്റ് ചെയ്താല്. ഇതങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ ആടുമ്പോ മാത്രം കുറച്ച് പ്രശ്നമുണ്ടെന്ന്. അത് പറയുമ്പോ തന്നെ നെഞ്ചിടിക്കുന്നുണ്ടല്ലോ സാറാ. അതില്ല, അതൊക്കെ എടുക്കും സാറാ. മലയാളം ഇങ്ങനെ ഇടുന്നതും വെള്ളവും പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം. എന്താ അവിടെ ഒരു വീട് ഡോർ തുറക്കാൻ ശ്രമിക്കരുത്, ചെരിഞ്ഞിരിക്കരുത്, സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം, ഈക്വൽ ആയിട്ടിരിക്കാൻ, മാറിയിരിക്കരുത്. കാരണം നമ്മൾ മാറിയിരിക്കുമ്പോൾ അതിന്റെ ബാലൻസ് തെറ്റും തുള്ളാൻ തുടങ്ങും. ഇത് വണ്ടി നിർത്തുന്ന സമയത്ത് അത് പോണ ദിശയിലേക്ക് ഇറങ്ങണം, പുറകോട്ട് ഇറങ്ങരുത് കേട്ടോ. ഇപ്പൊ നമ്മൾ കയറിയപ്പോ നടന്നകത്തേക്കല്ലേ കയറി, അതുപോലെ ഇറങ്ങുമ്പോഴും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടവര്, ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ക്യാബിന്റെ സഞ്ചാര ദിശ എങ്ങോട്ടാണ് ക്യാബിൻ വേണം, ഫ്രണ്ടിലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ആ ഡയറക്ഷനിലോട്ട് പുറത്തേക്ക് ഓടണം. നമ്മള് ഓടണോ? പുറത്തേക്ക് ഇറങ്ങണം, നടന്നിറങ്ങിയാൽ മതി. അതിന് സ്പീഡൊന്നുമില്ല, അത് പയ്യെ പോണം. അവർ നമ്മൾ നിർത്തും. ഇല്ല തിരിച്ചു പറയുമ്പോ ശരി ചേട്ടാ, ഭംഗി, താങ്ക് യു. ഒരു ഫാമിലി കൂടി ഉണ്ട് കയറാനായിട്ട് നമ്മുടെ അവിടെ. ഒരു ബാത്റൂമിൽ പോയി അപ്പുറത്ത് കയറി, അതുകൊണ്ട് അവര് കയറിയില്ല, നമ്മള്. അങ്ങനെ ഗായ്സ്, നമ്മൾ 10 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം, 10 അല്ല അതിനും കൂടുതൽ മിനിറ്റായി. ആ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജഡായു പാറേൻ്റെ വക്കത്തെത്തി ഗായ്സ്. സന്തോഷിക്കുവിൻ. അപ്പം അങ്ങനെ നമ്മൾ ജഡായു പാറയിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വാതിലൊക്കെ തുറന്നു വരും. ഞങ്ങളിപ്പോൾ ഓടിച്ചാടി ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ഒന്ന് പോസാം, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ പറ്റൂ. ഇറങ്ങി അങ്ങനെ ഞങ്ങളിപ്പോൾ ജഡായു പാറയിൽ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി, റൈറ്റിലോട്ട് പോകണോ ലെഫ്റ്റിലോട്ട് പോകണോ എന്നുള്ളത്. ആദ്യം ഞങ്ങൾ റൈറ്റിലോട്ട് പോകുമെന്ന് വിചാരിച്ചു, പിന്നെ ഞങ്ങൾ ഓർത്തു ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ചുറ്റിക്കറങ്ങി കാണാം എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൈറ്റിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ തിരിച്ച് ലെഫ്റ്റിലോട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി ഗൈസ്. ഇതന്നെയായിരുന്നു അപ്പോഴത്തെ ഞങ്ങളുടെ എക്സ്പ്രഷൻ. നല്ലൊരു ഗ്രീനറി സീനറിയാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വന്നപ്പോൾ മഴേൻ്റെ കാറൊക്കെ മേളിലുണ്ടായിരുന്നു, എന്നാലും എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് മഴ പെയ്തില്ല. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് ചാറിയായിരുന്നു. അതെന്തോ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ സീനറി കണ്ട് പതിയെ നടക്കാണ് ഗൈസ്. കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട്. ഇതൊന്നും അറിയാതെ ഞാൻ അവിടെ നിൽക്കുന്നു ഗൈസ്. അപ്പോൾ പപ്പ നടന്നു പോവാണ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ ജഡായുവിൻ്റെ മേളിലെത്തി. ദേ ഗായ്സ്, ഇതാണ് ജഡായുവിൻ്റെ സ്കൾപ്ചർ നല്ല രസത്തിലാണ് പണിത് വെച്ചിരിക്കുന്നത്. ഇവർ അവിടെ പറയുന്നുണ്ട് ഈ സ്കൾപ്ചറിൻ്റെ മുകളിൽ കയറുകയോ ഇരിക്കുകയോ ചെയ്യരുതെന്ന്. നമ്മൾ ആ സ്കൾപ്ചറിൻ്റെ അടുത്തെത്തി, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അതേ ഗായ്സ്, ചുറ്റും കറങ്ങി കാണുകയാണ് നമ്മൾ. 2 സ്റ്റാച്യൂസ് ഗായ്സ്. നിങ്ങളത് കേട്ടില്ലേ? വാട്ട് എ ഡിസപ്പോയിൻമെൻറ്റ്. അവൾ ഫോട്ടോ എടുക്കുമെന്ന് കരുതി വെയിറ്റ് ചെയ്തപ്പോൾ അവൾ വീഡിയോ ആണ് ഗായ്സ് എടുത്തത്. നാട്ടിച്ച് കളഞ്ഞു അവൾ ഞങ്ങളെ. അപ്പം നമ്മളവിടെ എത്തി ഗായ്സ്. നമ്മളതിനാണ് ഇനി നമുക്ക് ചുറ്റി കാണാവുന്നതാണ്.
അപ്പോൾ ഗൈസ് നമ്മളൊരു ഏതോ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്കവിടുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല രസമായിരുന്നു ഗൈസ്, നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നേരം ട്രാവൽ ചെയ്തു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. കുറേ നേരം തിരിച്ച് ട്രാവൽ ചെയ്തപ്പോൾ വീട്ടിലെത്തി. കുറച്ച് ദൂരമുണ്ടായിരുന്നു എറണാകുളത്തു നിന്ന് ഇവിടം വരെ വരാനായിട്ട്. ഇവിടെ എന്നാലും ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഈ ജടായുപ്പാറയിലേക്ക് ആകെ 40 കിലോമീറ്ററേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ സിമ്പിളാണ്. പിന്നെ ഇവിടെ എൻട്രി ഫീസ് നമ്മളുടെ ഇതനുസരിച്ചാണ് ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഗായ്സ്, അല്ലെങ്കിൽ നല്ല വിലയായിരിക്കും ഗായ്സ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് നമ്മൾ പറഞ്ഞ ഇവിടെ തന്നെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ഏരിയയിലേക്ക് എൻട്രി ചെയ്യാനുള്ള വഴിയാണ് ഗൈസ് ഇത്. ഞങ്ങൾ ഇവിടം വരെ വന്നുവെങ്കിലും പിന്നെ തിരിച്ചങ്ങോട്ട് ഞങ്ങൾ കയറിയില്ല. അപ്പം നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പോകാവുന്നതാണ്. അപ്പം ഇതിൽ ഈ പ്രിൻ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ജടായുപ്പാറേൻ്റെ ആരൊക്കെ ഇത് ചെയ്തു, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് ഇങ്ങനെ കൊത്തിവെച്ചത്, ആരാണ് ഇതിനെ ഇനാഗ്രേറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ കുറേ നേരം വായിച്ചു നോക്കാൻ വേണ്ടി നിന്നു. പിന്നെ നല്ല വെയിൽ ചെയ്തുകൊണ്ട് അധികം നേരം വായിക്കാനൊന്നും ഗൈസ് നിന്നില്ല. കുറേ പേരുകളൊന്നും മനസ്സിലാകുകൊണ്ട് തന്നെ തിരിച്ചു പോന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ജേണി അവിടെ എൻഡാവാണ്. ജടായുപ്പാറ ഞങ്ങൾ ഫുള്ള് റൗണ്ട് അടിച്ച് കണ്ടു കഴിഞ്ഞു. ഞങ്ങളിനി തിരിച്ച് കേബിൾ കാർ വഴിയാണ് തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ റൗണ്ട് എപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്, ഈ റൗണ്ട് നിർത്തുന്നില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങളവിടെ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കേബിൾ കാർ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് ഞങ്ങളുടെ കേബിൾ കാർ എത്തി. ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ജേണി എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്താം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നുള്ള സ്പേസും ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ തന്നെയാണ് പാർക്ക് ചെയ്തത് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ സി യു പറയാണ് ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ.